ഫുഡ് അഡിക്സ് ബൈ നീതു. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് അനങ്ങമലയുടെ മോളിലാണ്. അപ്പോൾ ഒരു ഈവനിങ് ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് ആഘോഷിക്കാൻ പറ്റിയൊരു അടിപൊളി കിഡിലൻ സ്പേസാണ് അനങ്ങമല. എൻ്റെ അമ്മ വീട് പാലക്കാടാണ്. പക്ഷേ ഞാൻ ഇത്രയും നാൾ ഒറ്റപ്പാലത്താണ് ഈ അനങ്ങമല ഉള്ളത് കേട്ടോ. അനങ്ങമല എക്കോ ടൂറിസം എന്നാണ്. അപ്പോൾ ഇത്രയും നാളായിട്ട് ഞാനിവിടെ പോയിട്ടില്ല. ഇത് മോർണിംഗ് ഒരു 9:30 തൊട്ട് ഇവിടെ എൻട്രി ഉണ്ട്. ഈവനിങ് ഒരു 6:30 വരെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ അവരവിടെ നമ്മളെ ഇറക്കി വിടും. അങ്ങനെയാണ് കേട്ടോ അവിടുത്തെ എൻട്രി. അപ്പോൾ ഇതുവരെ ഞാനവിടെ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനപ്പോൾ ഈ അനങ്ങമല ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വെറുതെ കാറൊക്കെ എടുത്ത് ഇറങ്ങി പോയി ചെന്നപ്പോൾ ഒരു കിഡിലൻ സ്പേസാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഉണ്ട് 45, 35, 50 അങ്ങനെ ചെറിയ ചെറിയ റേറ്റേ ഉള്ളൂ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ടും മലയുണ്ട്. അതിലേക്ക് ഇങ്ങനെ കയറാനുള്ള കുറേ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഒരു മല ഫുള്ള് സ്റ്റെപ്സാണ്. ഇങ്ങനെ ഫുൾ കയറി ഏറ്റവും മുകളിലെത്തുമ്പോൾ കിഡിലൻ വ്യൂ കാണാം. സ്റ്റെപ്പ് കയറി ഞാൻ സത്യം പറഞ്ഞ കഥച്ചു. എൻ്റെ ഐഡിയ ആയി പോയി ഇങ്ങോട്ട് വരാനുള്ളത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല. വരുന്നവർ ഹീൽസ് ഒന്നും ഇട്ടുകൊണ്ട് വരരുത്. മല കയറാൻ പറ്റിയ എന്തെങ്കിലും ചെരുപ്പുകളോ ഷൂസൊക്കെ ഇട്ട് വരാണെങ്കിൽ നല്ലതായിരിക്കും. ഏറ്റവും മുകളിൽ കയറിയപ്പോൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് ഏറ്റവും മുകളിൽ കയറിയപ്പോൾ സൺസെറ്റൊക്കെ കാണാൻ പറ്റിയ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഞാൻ കൂടുതൽ മോർണിംഗ് ഉണ്ടെങ്കിലും നമുക്ക് വെളുപ്പിന് വരികയാണെങ്കിൽ കുറച്ച് ഭംഗി. പക്ഷേ വെളുപ്പിന് ഇവിടെ എൻട്രി ഇല്ല. ആഫ്റ്റർ 9:30 എന്നൊക്കെ പറയുമ്പോൾ പിന്നെ വെയിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇത് കാണാൻ വന്ന ഈ വെയിലത്ത് പാറപ്പുറത്ത് കയറാൻ അത്ര പെർഫെക്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല. സോ ഈവനിങ് വരികയായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഒരു ഊണൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ സുഖമായിട്ട് ഇവിടെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ എത്തിച്ചേരുന്ന രീതിയിലാണ് സുഖമായിട്ട് നിങ്ങൾക്ക് ഈ വ്യൂ മുഴുവൻ ആസ്വദിക്കാം. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാം. മലയുടെ സ്റ്റെപ്സ് മുഴുവൻ കയറി ചെല്ലുമ്പോൾ അവിടെ ചെറിയൊരു പാർക്കും ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതിപ്പോൾ കാണിച്ച കണ്ടോ, അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ട്രക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട്. അത് 3 o'clock സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ 3 മണിക്ക് മുമ്പ് വന്നാൽ മാത്രമാണ് ഈ ട്രക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. 3 മണി കഴിഞ്ഞ് ട്രക്കിങ്ങിന് അവർ പാസ് കൊടുക്കില്ല. ഈ മലയുടെ മുകളിൽ കയറാം. ഈ മുകളിൽ നിന്നാണ് വീണ്ടും ട്രക്കിങ്ങിനുള്ള സ്പോട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് അതിലേക്കൂടെ നടന്നു. അവിടെ ഇങ്ങനെ മഷ്റൂം പോലെ ഒരു കുടയൊക്കെ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ കുറേ പോയിരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങി. ഇതാണ് അതിന് ഓപ്പോസിറ്റ് വേറൊരു മലയുണ്ട്. അപ്പോൾ ആ മലയിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നേരെ താഴത്തേക്ക് ഇറങ്ങി റോഡിൻ്റെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് ഈ മലയിലേക്ക് പോകണം. ഇവിടെയും കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, വളരെ കുറച്ച് സ്റ്റെപ്സ്. ബാക്കി മുഴുവൻ നമ്മൾ മല പോലെ കയറണം. പിന്നെ ഇതിൻ്റെ വേറൊരു സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ ഒരു പാലവും വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പോയ സമയത്ത് മഴയൊന്നും ഇല്ലാത്ത കാരണം വെള്ളച്ചാട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പാലത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പോയില്ല, കാരണം ഓൾറെഡി എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായിരുന്നു. പിന്നെ ഇരുട്ടിന് മുമ്പ് അവർ തിരിച്ചിറക്കും. അവിടെ സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു 6-6:15 ആകുമ്പോൾ തന്നെ അവർ നമ്മളെ തിരിച്ചിറക്കും. 6:30-ക്കുള്ളിൽ അവരതെല്ലാം ക്ലോസ് ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം നടന്നിട്ട് എനിക്ക് ഓപ്പോസിറ്റ് മലയിൽ നിന്നപ്പോൾ ഇപ്പുറത്തെ മലയിൽ ഒരു കല്ല് കണ്ടു. അപ്പോൾ അവിടെ പോയി കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ആ മലയുടെ മുകളിൽ കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാനും രതീഷ് ചേട്ടനും എൻ്റെ അങ്കിളും കൂടെയാണ് ഞങ്ങൾ ഈ മല കാണാൻ. ഞങ്ങൾ ചുമ്മാ ഈവനിങ് ഡ്രൈവ് ഇറങ്ങിയതാട്ടോ. ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിയാണ്. ഇവിടെ വന്നപ്പോൾ നമുക്കൊരു അടിപൊളി ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റി. രതീഷ് ചേട്ടൻ ആദ്യം തന്നെ മുകളിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഈസിയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ വണ്ണമൊക്കെ വെച്ചപ്പോൾ അതൊക്കെ വലിഞ്ഞ് കയറുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ മലയുടെ മുകളിലൊക്കെ കയറാനായിട്ട്. ഞാനും അങ്കിളും ഏട്ടനും കൂടെ കുറച്ച് നേരം മലയുടെ മുകളിലൊക്കെ പിടിച്ച് കയറി ഒരുപാട് അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റി. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള അല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും കയറാം. കുറച്ച് വയസ്സായവർക്ക് വരെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം ഭയങ്കര സ്റ്റീപ്പൊന്നുമല്ല. നമുക്ക് തന്നെ പതുക്കെ ആസ്വദിച്ച് അവിടെ എവിടെയൊക്കെ ഇരുന്ന് കയറി ഫോട്ടോസൊക്കെ എടുത്ത് പോയാൽ മതി. നിങ്ങൾ വല്ല സ്നാക്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ, കുട്ടികളെയും കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ടൊക്കെ വരാൻ പറ്റും. നമ്മളിത് അപ്രതീക്ഷിതമായി പോയതാണ്. അപ്പോൾ ഈ മൊത്തം ഫാമിലിയായിട്ട് വീണ്ടും പോകുന്നതാണ്. ശരിക്കും ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു കിഡിലൻ സ്പോട്ടാണ് കേട്ടോ. മഴയുള്ള സമയത്തൊക്കെ പാറയുടെ മുകളിൽ കയറുന്ന കുറച്ച് റിസ്ക് ആയിരിക്കും. അപ്പോൾ മഴയുള്ള സമയത്തൊന്നും പോകരുത്. മഴയില്ലാത്ത സമയത്ത് തന്നെ പോകണം, ഇല്ലെങ്കിൽ വഴുക്കും എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ പോയത് കറക്റ്റ് ഭയങ്കര ചൂടൊന്നും മാറി ഒരു മഴ പെയ്ത് ആ ചൂട് മാറിയ സമയത്തായിരുന്നു. അപ്പോൾ വലിയ വഴുക്കലും ഉണ്ടായിരുന്നില്ല, എന്നാൽ ഒട്ടും ചൂടും ഉണ്ടായിരുന്നില്ല. സുഖമായിട്ട് മുകളിലേക്ക് കയറാൻ പറ്റി. ഞങ്ങളുടെ കൂടെ അങ്കിളും ആ മലയുടെ മുകളിലേക്ക് കയറി കേട്ടോ. അങ്കിളും ഏട്ടനുമാണ് ശരിക്കും ആദ്യം പോയത്. ഞാൻ പതുക്കെയാണ് പോയത്. അങ്ങനെ മലയുടെ മുകളിലേക്ക് പിടിച്ച് കയറി. കുറേ കല്ലും അപ്പോൾ ഒരുപാട് ഇങ്ങനെ വഴി പലരും പോയിട്ട് ഇങ്ങനെ വഴി പോലെ ഉണ്ടായി കിടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വഴി കണ്ടുപിടിച്ചങ്ങ് പോയാൽ മതി. മലയുടെ മുകളിൽ നിന്ന് മൊത്തം പറയാൻ പറ്റില്ല, കുറേ മലയുണ്ട്. അതിൽ ഒരു മലയുടെ മുകളിൽ ഈ വ്യൂ ഒന്ന് നോക്കിക്കേ. ശരിക്കും ഇവിടെയൊക്കെ കയറണാട്ടോ. ഞാൻ ശരിക്കും കയറാൻ ഉദ്ദേശിച്ച മല ദേ അതാണേ. കയറി മുകളിലെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കയറിയ മല മാറിയപ്പോൾ ഇപ്പുറത്തേക്കാണ്.
അങ്ങനെ കഷ്ടപ്പെട്ട് മല മാറിപ്പോയതൊക്കെ ചമ്മലൊക്കെ മാറ്റി ഞാൻ താഴത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്കും അവിടെ നിന്ന് സെക്യൂരിറ്റി വിളിച്ചു കേട്ടോ, ഇറങ്ങി പറഞ്ഞു. അപ്പോൾ സ്ഥലം മറക്കണ്ട, അനങ്ങമല, പാലക്കാട് ഒറ്റപ്പാലത്താണ്. എല്ലാവരും ഫാമിലിയായിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ബൈ.